കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ലേബർ കോഡുകൾ റദ്ദാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് FITU സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മെയ്ദിന റാലികളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിച്ചു. മലപ്പുറത്ത് നടന്ന മെയ്ദിന റാലിയും പൊതുസമ്മേളനവും FITU ദേശീയ ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ വിമർശനവുമായി സംസാരിച്ച അദ്ദേഹം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പുതിയ ലേബർ കോഡുകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ കുറയ്ക്കുകയും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയുമാണെന്ന് ആരോപിച്ചു. തൊഴിലാളികളുടെ ജോലി സുരക്ഷയും വേതനാവകാശങ്ങളും സാമൂഹ്യ സുരക്ഷയും സംരക്ഷിക്കുന്നതിന് ഈ കോഡുകൾ റദ്ദാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഐക്യവും ശക്തിപ്പെടുത്തലും മാത്രമാണ് ഇത്തരം നയങ്ങൾക്കെതിരെ ഫലപ്രദമായ പ്രതിരോധം സൃഷ്ടിക്കാനാകുകയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെയ് ദിനത്തിന്റെ ആത്മാവായ തൊഴിലാളി ഐക്യവും പോരാട്ട മനോഭാവവും ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. യുദ്ധം തുടങ്ങി ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഗ്യാസിന്റെ ക്ഷാമം വന്നു. ഗ്യാസിന്റെ ക്ഷാമം ആദ്യം അതിൻ്റെ പ്രശ്നം പ്രതിസന്ധികൾ ഉണ്ടായത് അടുക്കളകളിലല്ല, മറിച്ച് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ടൈൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഗുജറാത്തിലെ മോർബി എന്ന പ്രദേശം. അവിടെയാണ് ഇതിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ, യുദ്ധം തുടങ്ങി ഒരാഴ്ച തികയുന്നതിന് മുൻപ് മോർബിയിലെ ഏകദേശം 1300 ചില്ലാനം ടൈൽസ് നിർമ്മാണശാലകൾ അടച്ചുപൂട്ടി. ടൈൽസ് നിർമ്മാണശാലകൾ അടച്ചുപൂട്ടിയതിൻ്റെ പേരിലേ അതിൻ്റെ ഉടമകൾക്ക് കാര്യമായ നഷ്ടമൊന്നും സംഭവിക്കാനില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ കച്ചവടം ചെയ്തതിൻ്റെ ലാഭം ഉണ്ടാക്കിക്കോളും. പക്ഷെ അടച്ചുപൂട്ടപ്പെട്ട ഈ തൊഴിൽശാലകളിൽ നിന്ന് 10,000-കണക്കിന് തൊഴിലാളികൾ അവരുടെ അന്നത്തിന് വക തേടിക്കൊണ്ട് എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഈ ഗുജറാത്തിലെ മോർബിയിൽ എത്തിച്ചേർന്ന വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ബീഹാറിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും മറ്റും സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന 10,000-കണക്കിന് തൊഴിലാളികളാണ് വേണ്ടത്ര യാത്രാ സൗകര്യങ്ങൾ പോലുമില്ലാതെ സൂററ്റിലെയും ഗുജറാത്തിലെ മറ്റ് നിരവധിയായ റെയിൽവേ സ്റ്റേഷനുകളിൽ ആഴ്ചകളും ദിവസങ്ങളും കിടന്നിട്ടാണ് അവർക്ക് നാട്ടിലേക്ക് പോകാൻ ഒരു തീവണ്ടിയെങ്കിലും കിട്ടിയത്. ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് എപ്പോഴും അവസാനത്തെ ആ ദുരിതത്തിൻ്റെ എല്ലാ കെടുതികളും അനുഭവിക്കേണ്ടി വരുന്ന തൊഴിലാളികളാണ് എന്ന് മാത്രമാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. പരിപാടിക്ക് FITU ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് സുബ്രത വണ്ടൂര്, ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ, വുമൺ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് ബുഷ്ര ടീച്ചർ, മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി, നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AK റഷീദ, ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സൈദാലി വലമ്പൂർ, മത്സ്യത്തൊഴിലാളി ജില്ലാ പ്രസിഡന്റ് സലീം പറവണ്ണ, കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് എടപ്പറ്റ, വഴിയൂരി കച്ചവട ക്ഷേമസമിതി ജില്ലാ പ്രസിഡന്റ് അലവി വേങ്ങര എന്നിവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. FITU ജില്ലാ ട്രഷറർ ഷുക്കൂർ പെരിന്തൽമണ്ണ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഫസൽ തിരൂർക്കാട് നന്ദിയും പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 07 1111.